നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഗംഭീര പ്രകടനമാണ് ഈ സീസണിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിന് വേണ്ടി എപ്പോഴും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. പക്ഷേ ബ്രസീൽ ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബ്രസീലിന് വേണ്ടി ആകെ 37 മത്സരങ്ങൾ കളിച്ചിട്ട് 5 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തിന് പലപ്പോഴും വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ബ്രസീലിൻ്റെ മത്സരത്തിന് മുന്നോടിയായി വിനീഷ്യസ് ജൂനിയർക്ക് CBF ഒരു ഉപഹാരം നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു DNA ടെസ്റ്റ് റിസൾട്ടായിരുന്നു. അതായത് വിനീഷ്യസിൻ്റെ പൂർവികർ അത് കാമറൂണിൽ നിന്നുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു ഇത്. തൻ്റെ പൂർവികരെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് വിനീഷ്യസ് ജൂനിയർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കാമറൂണിൻ്റെ UFC താരമായ ഫ്രാൻസിസ് എങ്കാനു വിനീഷ്യസ് ജൂനിയറെ കാമറൂൺ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതായത് വിനിയുടെ കാമറൂൺ ജേഴ്സി അണിഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിനീഷ്യസ് ജൂനിയറുടെ കാമറൂൺ ദേശീയ ടീമിന് വേണ്ടിയുള്ള ജേഴ്സി ഇപ്പോൾ തന്നെ എൻ്റെ കൈകളിൽ തയ്യാറായി കഴിഞ്ഞു. വിനീഷ്യസ് ജൂനിയർ, നീ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഫിഫ വേൾഡ് കപ്പ് ഞങ്ങളിതാ അദ്ദേഹത്തെയും കൊണ്ടുവരുന്നു. ഇതാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ളത്. ഇന്ന് ഫുട്ബോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ. എന്നാൽ ബ്രസീൽ ടീമിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര ആശാവഹമല്ല. അധികം വൈകാതെ തന്നെ അതിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.